ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ആറന്മുള ക്ഷേത്രത്തിൽ പരിശോധന നടത്തുകയാണ്. ദേവസ്വം സ്ട്രോങ് റൂമിലാണ് പരിശോധന. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, വളരെ നിർണായകമായ പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോൾ തുടങ്ങിയ പരിശോധന, എത്ര സമയമായി? രാഖി, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ ആറന്മുള സ്ട്രോങ് റൂമിൽ വീണ്ടും പരിശോധന നടത്തുന്നത്. ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള അമിക്കസ് ക്യൂറി ആയിട്ടുള്ള ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ഇന്നലെയും ഇവിടെ പരിശോധന നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നും ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം ആറന്മുള സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഭാഗം പൂർണ്ണമായിട്ടും മറച്ച് അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനപ്പുറത്തുള്ള സ്ട്രോങ് റൂമിലാണ് പരിശോധന നടത്തുന്നത്. അങ്ങോട്ടേക്ക് ആർക്കും തന്നെ പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരു തവണ ജസ്റ്റിസ് KT ശങ്കരൻ ആറന്മുളയിലെത്തി സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ സ്വർണ്ണക്കവർച്ച ആരോപണമുണ്ടായ ആദ്യ നാളുകളിലായിരുന്നു ആ പരിശോധന നടന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജസ്റ്റിസ് KT ശങ്കരനും അന്ന് തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു ഈ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തിയിരുന്നത്. പ്രധാനമായിട്ടും ഇവിടെയുള്ള അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് നടപടികളാണ് അമിക്കസ് ക്യൂറിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. ആ നടപടികളാണ് എന്തായാലും ഇന്നും നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ശബരിമലയിലെ അടക്കം ദേവസ്വം ബോർഡിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ വരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രധാനമായിട്ടും സൂക്ഷിക്കുന്നത് ആറന്മുളയിലെ ഈ സ്ട്രോങ് റൂമിലാണ്. അതുകൊണ്ടാണ് ശബരിമലയിലെ ആ വസ്തുക്കളുടെ മൂല്യങ്ങളുടെ അല്ലെങ്കിൽ മൂല്യത്തിൻ്റെ കണക്കെടുപ്പ് അടക്കമുള്ള നടപടികളാണ് ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേതൃത്വത്തിൽ എന്തായാലും നടക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ പരിശോധന നടപടികൾ ആറന്മുളയിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ശബരിമലയിൽ അടക്കം വന്നിട്ട് അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ അത് അവിടെ സമർപ്പിക്കപ്പെട്ടതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ അത് മഹസർ എഴുതി സ്ട്രോങ് റൂമിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ചട്ടം നിലനിൽക്കുന്നത്. പക്ഷേ ആറന്മുള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആറന്മുള സ്ട്രോങ് റൂമിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ നടപടിക്രമങ്ങളൊന്നും കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വസ്തുവകകളുടെ കൃത്യമായിട്ട് അളവും തൂക്കവും അടക്കമുള്ള മൂല്യം കണക്കാക്കിക്കൊണ്ടുള്ള നടപടികൾ ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പരിശോധന അത് സന്നിധാനത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് പരിശോധന നടത്തി. അവിടെ സ്വർണ്ണ പാളികളുടെയും അതോടൊപ്പം തന്നെ അവിടുത്തെ കട്ടളപ്പാടിയുടെയും ഒക്കെ തന്നെ അളവെടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്ട്രോങ് റൂമിലും പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ആറന്മുള ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ സ്ട്രോങ് റൂമിലും പരിശോധന നടത്തിയത്. എന്തായാലും ആ പരിശോധനകളുടെയൊക്കെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വീണ്ടും ആ പരിശോധന അനിവാര്യമായി എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലെങ്കിൽ ആ രീതിയിലുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം വീണ്ടും രണ്ടാം ഘട്ട പരിശോധനകൾ വീണ്ടും ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ള പരിശോധന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് KT ശങ്കരനെ കൂടാതെ ദേവസ്വത്തിൻ്റെ മുതിർന്ന അല്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അതീവ സുരക്ഷയിൽ ആ പരിശോധന നടപടികൾ ആറന്മുള സ്ട്രോങ് റൂമിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഖി, ശരി ഗൂഗിൾ, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ആറന്മുള ക്ഷേത്രത്തിൽ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ദേവസ്വം സ്ട്രോങ് റൂമിലാണ് പരിശോധന നടക്കുന്നത്. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണ് പരിശോധന നടത്തുന്നത്. എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ കൂടുതൽ പരിശോധനയുടെ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഗൂഗിൾ രമേശാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.